നമസ്കാരം. നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 മെയ് 11 ഞായർ. വെടിനിർത്തൽ. പാകിസ്ഥാന്റെ ഏത് ഭീഷണി നേരിടാനും പൂർണ്ണ സജ്ജം. ഇനി ഭീകരാക്രമണമുണ്ടായാൽ രാജ്യത്തിനെതിരായ യുദ്ധമായി കണക്കാക്കും. സൈനിക തലത്തിലെ തുടർ ചർച്ച നാളെ പകൽ 12-ന്. വീണ്ടും പാകിസ്ഥാൻ പ്രകോപനം. ശനിയാഴ്ച വൈകിട്ട് 5 മുതൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും രാത്രിയുടെ ധാരണ ലംഘിച്ച് ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ ആക്രമണം. ഷെല്ലാക്രമണത്തിന് പിന്നാലെ പാക് ഡ്രോണുകളും രംഗത്തെത്തി. ശ്രീനഗറിലെ ലാൽ ചൗക്കിൽ നിയന്ത്രണ രേഖയ്ക്കടുത്തുള്ള അഖ്നൂർ, രജൌരി, ആർഎസ്പുര എന്നിവിടങ്ങളിലും ഷെൽ വർഷിച്ചു. പരസ്പര ധാരണ ലംഘിച്ചു. പ്രതിരോധവും തിരിച്ചടിയും. വെടിനിർത്തൽ പ്രത്യാശ CPM. മൂന്നാം കക്ഷി ഇടപെടൽ സർക്കാർ വിശദീകരിക്കണം. വെടിനിർത്തലിന് പിന്നിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടലുണ്ടോ എന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിക്കണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി ആവശ്യപ്പെട്ടു. പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങളിൽ മൂന്നാം കക്ഷി ഇടപെടൽ ഇന്ത്യ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ജമ്മു കാശ്മീർ വിഷയത്തിൽ ഇരു രാജ്യങ്ങളും ചർച്ചയിലൂടെ പരിഹാരം കാണുകയാണ് വേണ്ടത്. തന്റെ ഇടനില കാരണമാണ് വെടിനിർത്തലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിട്ടുണ്ട്. എന്താണ് യഥാർത്ഥ വസ്തുതയെന്ന് വിശദീകരിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. പഹൽഗാം ആക്രമണത്തിന് ഉത്തരവാദികളായ ഭീകരരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. സൈനികനും BS ഇൻസ്പെക്ടർക്കും വീരമൃത്യു. അഡീഷണൽ ജില്ലാ വികസന കമ്മീഷണർ കൊല്ലപ്പെട്ടു. തണലൊരുക്കി ചേർത്ത് പിടിച്ച് അഭയമൊരുക്കി കേരള ഹൗസും. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷിതമായി ഡൽഹി കേരള ഹൗസിലെത്തിയ വിദ്യാർത്ഥികളെ CPM ജനറൽ സെക്രട്ടറി MA ബേബിയും ജോൺ ബ്രിട്ടാസ് MPയും സന്ദർശിക്കുന്നു. അതിർത്തിയിലെ സംഘർഷത്തെ തുടർന്ന് ജമ്മു കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് മടങ്ങിയെത്തിയ വിദ്യാർത്ഥികൾക്ക് ഡൽഹിയിൽ സഹായമൊരുക്കി SFI ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെട്ട ജമ്മു കേന്ദ്ര സർവകലാശാല, പഞ്ചാബ് കേന്ദ്ര സർവകലാശാല, ലൗലി പ്രൊഫഷണൽ സർവകലാശാല എന്നിവിടങ്ങളിലെ മലയാളികൾ ഉൾപ്പെട്ട 300ഓളം വിദ്യാർത്ഥികൾക്കാണ് SFI തുണയായത്. CPM ജനറൽ സെക്രട്ടറി MA ബേബിയും SFI നേതൃത്വം സുർജിത് ഭവനിൽ AC ഡോർമെട്രി സൗകര്യവും ഭക്ഷണവും ഏർപ്പെടുത്തി. നിരുപാധിക വെടിനിർത്തലിന് തയ്യാറെന്ന് ഉക്രൈൻ. അതോടെ കേട്ടെ. SSLC 856 സർക്കാർ സ്കൂളുകളിൽ 100%. വെടിനിർത്തൽ വിവേകപൂർണം. പരിപാടികൾ മുമ്പ് നിശ്ചയിച്ച പ്രകാരം. മുണ്ടക്കൈ ടൗൺഷിപ്പ് വാർപ്പിനൊരുങ്ങി മാതൃകാ വീട്. ഗുണഭോക്താക്കൾക്ക് വീടിന്റെ ഗുണമേന്മ പരിശോധിക്കാൻ അവസരം ഒരുക്കും. കൽപ്പറ്റ ടൗൺഷിപ്പിൽ ഉരുൾ ദുരന്ത ബാധിതർക്കായി ഒരുങ്ങുന്ന മാതൃകാ വീട്. അഴിച്ചുപണി കീറാമുട്ടിയാകും. DCCയിലേക്ക് ഇല്ലെന്ന് നേതാക്കൾ. പതപ്പിച്ച് മതിയാകാതെ മാധ്യമങ്ങൾ. KPCCക്ക് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ച് 3 നാൾ കഴിഞ്ഞിട്ട് നേതാക്കളുടെ അപദാനം വാഴ്ത്തി മതിയാകാതെ മുഖ്യധാര പത്രങ്ങൾ. കേരളത്തിലെ രാഷ്ട്രീയ സാമുദായിക യാഥാർത്ഥ്യങ്ങൾ മറച്ചുപിടിച്ചാൽ മനോരമയും മാതൃഭൂമിയും നേതാക്കൾക്കായി വാർത്ത പതപ്പിക്കുന്നത്. വേണ്ട ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ സംബന്ധിച്ച് അഭിപ്രായം നൽകാനെത്തിയ CPM ജനറൽ സെക്രട്ടറി MA ബേബി, പോളിറ്റ് ബ്യൂറോ അംഗം നീലൽ ബസു, കേന്ദ്ര സെക്രട്ടറി അംഗം മുരളീധരൻ എന്നിവർ. യുദ്ധഭീതി ഒഴിഞ്ഞു. ജമ്മു ഇങ്ങനെ ആക്രമിക്കപ്പെട്ടത് ഓർമ്മയിലില്ല. ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ മടങ്ങുന്നു. പാക് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് 10 ലക്ഷം. ജനവാസ മേഖലയിലേക്ക് ആക്രമണം. ഇത് സൈനിക വിജയം.
18 ദിവസം ഭീകരർ എവിടെ? കേന്ദ്ര സർക്കാരിന്റെ ഗുരുതര വീഴ്ചയ്ക്കെതിരെ ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ വർഗീയ ധ്രുവീകരണത്തിലൂടെ പ്രതിരോധിക്കാനായി ശ്രമം. 4 ദിവസത്തെ സംഘർഷത്തിനും ഏറ്റുമുട്ടലിനുമൊടുവിൽ ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ ഒരു ചോദ്യം ബാക്കി. പഹൽഗാമിൽ 26 നിരപരാധികളുടെ നിഷ്കരുണം വെടിവെച്ച് വീഴ്ത്തിയ ഭീകരർ എവിടെ? 18 ദിവസം പിന്നിട്ടിട്ടും ഇന്ത്യയുടെ സുരക്ഷാ അന്വേഷണ ഏജൻസികൾക്ക് ഭീകരരെ കണ്ടെത്താനായിട്ടില്ല. കൊല്ലപ്പെട്ട 5 കൊടും ഭീകരരെ തിരിച്ചറിഞ്ഞു.